ഹറാം കാണുന്നതിന് തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അതാവിടുന്ന് ചരിത്രം പറയുന്നു, പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണപ്പ തന്നെ അങ്ങ് താഴ്ത്തും. പെണ്ണുങ്ങളുടെ ശരീരത്ത് നോക്കാറില്ല, അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ലായിരുന്നു റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്ന് വിചാരിച്ചിരുന്നേ. റബീഅത്ത് ബിൻ ഹുസൈമിനെ അവിടുത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്ന ഈ ചെറുപ്പക്കാരൻ അന്ധനാണെന്ന് വിചാരിച്ചിരുന്നേ. കാരണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. പെണ്ണുങ്ങൾ പറയുമായിരുന്നു അന്ധനായ അവിടുന്ന് റബിയ വരുന്നു, അന്ധനായ റബിയ വരുന്നു എന്ന് പെണ്ണുങ്ങൾ പറയും. അത്രയ്ക്കും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കാണെങ്കിൽ ഇല്ലാതെ പോയതും അത് തന്നെയാ. നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നോക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്നിരിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യം നീ നോക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവര്, നമ്മളാണെങ്കിൽ പടച്ചവനെ ഇന്ന് അന്യ പുരുഷനെ നോക്കുന്ന പെണ്ണുങ്ങളാണ്. അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. മോനെ, അത് പാപമല്ലേടാ. നിന്റെ ദീനെന്തേ പഠിപ്പിച്ചത്? നിന്റെ ദീനെന്തേ പഠിപ്പിച്ചത്? മരിച്ച അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല. അല്ലാഹുവേ, നമ്മുടെ ദീൻ എന്താ പഠിപ്പിക്കുന്നത്? മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും ആണുങ്ങൾ കാണാൻ പാടില്ല. ആണുങ്ങളുടെ മയ്യത്ത് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നിപ്പോ ആരോടാ ഉസ്താദെ ഇത് പറയണേ? ഇരിക്കണ ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദെ ഇതൊക്കെ ഇപ്പൊ എല്ലാരും കാണുന്നല്ലേ? അന്യ പെണ്ണിന്റെ മുഖത്ത് എല്ലാരും നോക്കാറുണ്ട്. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് എത്രയോ പേര് കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു പാപമാണോ? ഇല്ലേ? ഇതൊക്കെ ഒരു പാപമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കും, ഉസ്താദ് ഇപ്പൊ ടി വി കാണുന്നവരുണ്ടല്ലോ, വീടിന്റെ അകത്ത് വേങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഹാജിയാരും കാണും, ഹജ്ജിന് പോയവനും കാണും, ഉംറയ്ക്ക് പോയവനും കാണും, വഅദ് പറയുന്നവനും കാണും, പള്ളിയിലെ ഉസ്താദും കാണും, പള്ളിയിലെ പ്രസിഡന്റും കാണും, സെക്രട്ടറിയും കാണും, എല്ലാരും കാണും. ഇത് വല്ല തെറ്റുവാണോ? ഇത് വല്ല തെറ്റുവാണോ? അരപ്പാവാട് ഇട്ടുകൊണ്ടൊരു പെണ്ണ് പാട്ട് പാടുന്നു, ആടുന്നു, കാണുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു പെണ്ണ് റോഡിൽ കൂടെ ശരീരം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു, നോക്കുന്നതിൽ പാപം ഇല്ലല്ലോ. ഇതൊരു പാപമായിട്ട് ആരും കരുതുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത് തെറ്റാണെന്ന് ഇന്നത്തെ സമൂഹം അതൊരു തെറ്റായിട്ട് കാണുന്നില്ല. പെണ്ണുങ്ങളെ തന്നെ അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നു, അതൊരു തെറ്റാണോ ഉസ്താദ്? ഇതൊക്കെ ചെയ്ത് ഇതൊക്കെയാണോ പറയേണ്ട ചോദിക്കുന്നവരുണ്ട്. ആരാ പറഞ്ഞത് ഇത് സിമ്പിൾ ആണെന്ന്? ആരാ പറഞ്ഞേ ഇത് നിസാര പാപമാണെന്ന്? ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന്? ഇതൊരു നിസാര തെറ്റാണെന്ന് ആരാ പറഞ്ഞെന്നേ? താടി വെച്ച ഹാജിയാരും തഴമ്പുള്ള ഹാജിയാരും വീട്ടിൽ ടി വി മേടിച്ച് വെച്ചിട്ട് കുടുംബസമേതം കാണുക. 24 മണിക്കൂർ കയ്യിൽ തസ്ബീഹും പിടിച്ച് ഹിജാബ് ഇട്ടടക്കണം ഉമ്മായും ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ട് അന്യപുരുഷൻ ഔറത്ത് മുട്ടിന് മുകളിലുള്ള വസ്ത്രവും ധരിച്ചിട്ട് നടക്കണ കാണുക. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും പാപമായിട്ട് ആരും കരുതുന്നില്ല, ഇതൊന്നും തെറ്റായിട്ട് ആരും കരുതുന്നില്ല. എങ്കിലും നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാട്സപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിട്ട് വീടിന്റെ റൂമിന്റെ അകത്തിരുന്നിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവനെ ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അല്ലാഹുവിനെ കാണേണ്ട കണ്ണല്ലേ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതൊരു പാപമല്ല എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുന്ന ചെറുപ്പക്കാരോട്, അന്യ പുരുഷന്റെ ശരീരം കാണുന്ന പെണ്ണന്മാരോട് ഇത് പാപമല്ല എന്ന് കരുതിയിട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ അതാ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു